ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈദ്യ മുത്തശ്ശിനെ കെടുത്തിയിട്ട് അകത്തേക്ക് വരുമ്പോൾ ഫോൺ റിങ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരിയാണ് വിളിക്കുന്നത്. ഞാൻ ഹരിതയാണ്, നിന്നെ ഞാൻ എന്തോരം ഹോൺ അടിച്ചു, എന്താ കേട്ടില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വൈദ്യജി പറയും, ഇല്ലടി ഞാൻ കേട്ടില്ല, എവിടെ വെച്ചാൽ ബൈപ്പാസിൻ്റെ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഹോൺ അടിച്ചത്. അപ്പോൾ നീ എവിടെ പോയിട്ടാണ്? ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ബ്യൂട്ടി പാർലറിൽ പോയതാ. ആണോ എന്ന് ചോദിക്കാനിട്ട്. അതെ, ഞാനിന്ന് ഉച്ചയ്ക്ക് നിൻ്റെ ഭർത്താവിനെ കണ്ട്, ബാലേന്ദ്രനെ. ആണോ, ജ്വല്ലറി പോയിരുന്നു? ഏയ് ജ്വല്ലറിയിലല്ല, പിന്നെ ജൗളിക്കടയിലായിരിക്കും അല്ലേ? ഏയ് അതുമല്ല, ഞാൻ മോൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ മഹാരാജ ഹോട്ടലിൽ പോയപ്പോൾ അവിടെ വെച്ചാൽ കണ്ടത്. ആണോ? ആ, കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നു. പെണ്ണോ എന്ന് ചോദിക്കാനിട്ട്. അതെ, നല്ലൊരു സുന്ദരി പെണ്ണ്, വൈചേരെ പുകച്ചായ നന്നായിട്ടുണ്ട് അവൾക്ക് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മുഖച്ചായോ? അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ആവുന്നു, പക്ഷെ ഞാനിതുവരെ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ ബാബി ആയിരിക്കും. അല്ലല്ലോ, ബാബി സ്കൂളിൽ പോയിരിക്കുകയാണല്ലോ എന്നൊക്കെ വൈജയന്തി പറയാണ്. എന്തായാലും ഒരേ ടേബിളിലാണ് രണ്ടുപേരിരുന്നത്, അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ടാണ് ഞാൻ കണ്ടത്. പിന്നെ എന്നെ കണ്ടിട്ട് വലിയ മൈൻഡൊന്നും ചെയ്തില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അതിനുശേഷം വൈജയന്തി വേഗം തന്നെ ബാലേന്ദ്രനെ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, ബാലേന്ദ്രൻ ഇപ്പോൾ എവിടെയാണ്? ഞാൻ ജ്വല്ലറിലുണ്ട്. നീ എവിടെയായിരുന്നു? നിന്നെ വിളിക്കാൻ എത്ര നേരം ശ്രമിച്ചു, നീ എന്താ ഫോൺ എടുക്കാത്ത? നീ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേക്കൊക്കെ ചോദിക്കാൻ കേട്ടോ. ഇപ്പോൾ ബാലേന്ദ്രൻ എവിടെയുണ്ടെന്ന് അത് പറയുമെന്ന് പറയും. ഞാൻ ജ്വല്ലറിയിലെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കേ. അതെ, ബാലേന്ദ്രൻ ഹോട്ടലിൽ പോയിരുന്നു. പോയിരുന്നു. ആരെയും കൊണ്ട് പോയിരുന്നു? അലീനയോ? നിനക്ക് നാണമില്ല അവളെയും കൊണ്ട് ഹോട്ടലിൽ പോകാനായിട്ട്? അവള് അവിടെ വന്നപ്പോൾ, ജ്വല്ലറിയിൽ വന്നപ്പോൾ ഞാൻ അവളെയും കൊണ്ട് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു. അവർ 10-100 രൂപ കൊടുത്താൽ പോരെ? എന്തിനാണ് അവളെയും കൊണ്ട് ഹോട്ടലിൽ പോയത്? അതിനെന്താ വൈജി അവളെയും കൊണ്ട് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ എന്ന് ചോദിക്കാൻ കേട്ടോ. നിങ്ങൾക്കത് വലിയ കാര്യമൊന്നും ആയിരിക്കില്ല. എന്നെ അറിയുന്ന എത്ര ആൾക്കാരുണ്ട് ഈ നാട്ടിൽ, എൻ്റെ കുടുംബക്കാരെ അറിയുന്ന എത്ര ആൾക്കാരുണ്ട്. അന്തസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാശ് കൊടുത്ത് മേടിക്കാനൊന്നും കിട്ടുന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം മോശമായിട്ടുള്ള രീതിയിൽ വൈജയന്തി ബാലനോട് സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ ബാലൻ ചോദിക്കും, നീ എന്താ വൈജി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിനക്ക് എന്താ? എനിക്കെല്ലാം മനസ്സിലായി. വേലക്കാരിനെയും കൊണ്ട് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിരിക്കുന്നു, നാണോ ഇല്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയാൻ കേട്ടോ. അതിന് ഫോൺ വേഗം തന്നെ കട്ട് ചെയ്യണേ. ഇതേ സമയം അലീനയാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശിക്ക് ചൂട് പിടിച്ചു കൊടുക്കുമ്പോൾ മുത്തശ്ശിനോട് ഇങ്ങനെ ഓരോ സംസാരിക്കുന്നിട്ട്, അതേ കുറവില്ലെങ്കിൽ പറയട്ടോ, നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാം, നീയും കൂടെ പിടിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും വേഗം തന്നെ വൈദ്യ വരികയാണ് കേട്ടോ. വൈദ്യനെ കാണുമ്പോൾ തന്നെ നമ്മുടെ അലീന ഇങ്ങനെ പേടിച്ചിട്ട് നോക്കുകയാണ് കേട്ടോ വൈജയന്തിനെ. അപ്പോൾ വൈജയന്തി വീണ്ടും വന്നിട്ട് ചോദിക്കുകയാണ്, നീ ഇന്ന് ബാലേന്ദ്രനെ വിളിച്ച് ഹോട്ടലിൽ പോയിരുന്നോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഞാനോ? ഇല്ല, ദേ നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറഞ്ഞിട, എടി നീ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്, നിനക്ക് വല്ല ബോധമുണ്ടോ? ഇവിടുന്ന് ബാലനെയും വിളിച്ച് ഹോട്ടലിൽ പോയിരുന്നുണ്ടോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അലീന പറയേണ്ട രീതിയിൽ ചോദിച്ചാലേ ഞാൻ പറയേണ്ട പോലെ പറയും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയാണ്, ഞാൻ ചോദിച്ചോളാം എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് പറയാണ്, മോളെ എന്താ ഉണ്ടായത് എന്ന് ചോദിക്കാൻ കേട്ടോ. മുത്തശ്ശി, ഞാനിന്ന് രാവിലെ തന്നെ വന്നതാണ് എറണാകുളത്തുനിന്ന്, ഭക്ഷണം പോലും കഴിക്കാതെ. ഉച്ചവരെ ഞാനിവിടെ നിന്നിട്ട് കാണാതായപ്പോഴും ഞാൻ സാറിൻ്റെ ജ്വല്ലറിക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ സാറിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. സാറിനോട് ഭക്ഷണം വേണമെന്ന് ചോദിച്ചു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ, പക്ഷേ സാറ് നിർബന്ധിച്ച് എന്നെ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണം വാങ്ങിച്ചു തന്നു എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വൈജയന്തി പറഞ്ഞു, നിനക്ക് നാണില്ലേ മുതലാളിയുടെ കൂടെ പോയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ മുത്തശ്ശി ചോദിക്കണം, എന്താടി നാണക്കേട്, നീ എന്തൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. നാണോ മാനില്ലാത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി അവിടെ നിന്ന് പോകും. അപ്പോൾ അലീന പറയാൻ, ഇതുകൊണ്ടും പ്രശ്നമൊന്നും തീർന്നിരുതേ, ആയിരിക്കുന്ന സമ്മാനങ്ങൾ കണ്ടില്ലേ, അതിൻ്റെ പേരിലും ഇനി പ്രശ്നങ്ങളുണ്ടാവും. അതാരാ നിനക്ക് തന്നത്? അതൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറയാം. എന്തായാലും മുത്തശ്ശിക്ക് കാലിന് ചൂടുവെള്ളം പിടിക്കണ്ടേ, ഞാൻ വെള്ളം എടുത്തിട്ട് വരാം, എന്നിട്ട് ആവി പിടിക്കാം എന്ന് പറയാൻ കേട്ടോ. അതിനുശേഷം വെള്ളം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ആവി പിടിക്കുകയാണ്. വീണ്ടും വൈജയന്തി ഇങ്ങനെ കയറി വന്നിട്ട് ദേഷ്യത്തോടു കൂടിയിട്ട് അലീനയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അലീനയോട് ദേഷ്യത്തോടു കൂടി തന്നെ ചോദിക്കുകയാണ്, നീ ഇന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നത് ബാലേന്ദ്രൻ്റെ കാറിലാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുകയാണ്, അതെ എന്താ കാര്യം ചോദിക്കുകയാണ് കേട്ടോ. അല്ല, നീ എന്തായാലും ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചതല്ലേ, അപ്പോൾ അതുകൊണ്ട് ബാലേന്ദ്രൻ്റെ കാറിൽ കയറി ഫ്രണ്ട് സീറ്റിൽ ഞെളിഞ്ഞിരുന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും അല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന പറയും, ഞാൻ ബാലേന്ദ്ര സാറിൻ്റെ കാറിൽ കയറി, അത് സത്യമാണ് എന്ന് പറയാൻ കേട്ടോ. നിനക്ക് എന്ത് സാമർത്ഥ്യമാണ് ഇത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ വൈജയന്തി. അതിനെന്താ,
സാർ എന്നോട് കയറാൻ പറഞ്ഞു, ഞാൻ ബാക്കിൽ കയറാൻ പോയതാ. അപ്പോൾ സാറ് പറഞ്ഞു, ഇതെന്താ എന്നെ ഡ്രൈവർ ആക്കാനാണോ നീ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എന്നോട് ഫ്രണ്ടിൽ കയറാൻ പറഞ്ഞു. അതെന്താ സാർ എന്നോട് അങ്ങനെ പറഞ്ഞത്, നിനക്കത് സാറിനോട് തന്നെ ചോദിക്കായിരുന്നില്ലടി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയും, മോളെ കാറിൽ ബാക്കിലിരിക്കുന്ന ആൾക്കാർ മുതലാളിമാരും ഫ്രണ്ടിലിരിക്കുന്നവരെ ഡ്രൈവറും അല്ലേ, അതുകൊണ്ടാണ് മോളെ അവനങ്ങനെ പറഞ്ഞത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഓഹാ അങ്ങനെയാണല്ലേ, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുകയാണെ. എന്നിട്ട് വീണ്ടും വൈജയന്തി അലീനയായിട്ട് തട്ടിക്കയറാൻ കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, നിനക്കിപ്പോൾ സന്തോഷമായിട്ടുണ്ടാവുമല്ലേ ബാലേന്ദ്രൻ്റെ കാറിൽ കയറി ഞെളിഞ്ഞിരുന്നപ്പോൾ. അതെ സന്തോഷമായി, എൻ്റെ ഒരു അച്ഛൻ്റെ കൂടെ വരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയതെന്ന് പറയുമ്പോൾ വൈജയന്തി ഒന്നും മിണ്ടാതെ അവിടുന്ന് പോകാണ് കേട്ടോ. പിന്നെ ബാലേന്ദ്രൻ വരികയാണ് കേട്ടോ. ബാലേന്ദ്രൻ വരുമ്പോൾ എന്നെന്താ നേരത്തെ വന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ. നീ കാരണം ഞാനൊന്നും വിളിച്ചില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ. നീ വിളിച്ചില്ല, പക്ഷേ നിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് പലതും മനസ്സിലായി, അതൊന്ന് തെളിയിച്ചിട്ട് വരാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയാൻ കേട്ടോ. നീ എന്തൊക്കെയാണെന്ന് വിളിച്ച് പറഞ്ഞത് നിനക്ക് വല്ല ബോധ്യമുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. പിന്നെന്താ ഞാൻ പറഞ്ഞത് സത്യം തന്നെയല്ലേ എന്ന് പറയാൻ കേട്ടോ. ആ സത്യം തന്നെയാണ്, ഞാൻ അവളെയും കൊണ്ട് ഹോട്ടലിൽ പോയതിൽ എന്താ തെറ്റ്, ഒരു തിരി ചോറ് വാങ്ങിച്ചു കൊടുത്തതിൽ എന്താ തെറ്റ് എന്നൊക്കെ ചോദിക്കുകയാണെ. അപ്പോൾ പറയുന്നുണ്ട്, അവളെ കൊണ്ട് ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കട്ടെ, ഒരു കാര്യമില്ല നിങ്ങൾക്ക് എന്ന് പറയുന്നത്. എന്നെ 100 ആൾക്കാർക്ക് പരിചയമുണ്ട്, ഈ പാലാപ്പട്ടണം മുഴുവൻ ഞാൻ അവളായിട്ട് കറങ്ങിയെന്നല്ല നീ വിചാരിക്കുന്നത്. പക്ഷേ എൻ്റെ കൂടെ ഒരു പെണ്ണിനെ കണ്ട ഈ നാട്ടിലുള്ള ഒരാളെ സംശയിക്കില്ല, പക്ഷേ ആദ്യമായിട്ടാണ് നീ ഒരുത്തിയാണ് എന്നെ ഇങ്ങനെ സംശയിച്ചത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടാണ് കേട്ടോ. അതിനുശേഷം ബാലേന്ദ്രനോട് പറയാണ്, ബാലേന്ദ്രൻ അവൾക്ക് ഗിഫ്റ്റ് എന്തെങ്കിലും മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റോ? ഞാനോ? അവൾ അങ്ങനെ പറഞ്ഞോ ചോദിക്കാനായിട്ട്. അല്ല, അവളുടെ കയ്യിൽ കുറേ സാരി, ചുരിദാർ സെറ്റ്, അങ്ങനെയുള്ള സ്വർണ്ണാഭരണങ്ങൾ കുറേ സാധനങ്ങളൊക്കെ കാണണ്ടേ. അല്ല ഇതൊക്കെ നമുക്ക് ഉണ്ടല്ലോ, ജൗളിക്കടയും ജ്വല്ലറിയും ഒക്കെ, അപ്പോൾ അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയട്ടോ. നീ അവളെ വിളിക്ക്, ആ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറയും. ഞാൻ എന്തായാലും അവളോട് ചോദിക്കട്ടെ എന്ന് പറയാം കേട്ടോ. അല്ല ശരിയാണ്, അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, കിട്ടുന്ന ശമ്പളത്തേക്കാൾ കൂടുതൽ കാശ് കൊണ്ട് കാര്യങ്ങൾ നടത്തുന്നുണ്ടെങ്കിലേ അത് അറിഞ്ഞിരിക്കണമല്ലോ എന്ന് പറയാം. അവളെവിടെ ദേ വരുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ അലീന സാധനങ്ങളൊക്കെ കൊണ്ടുവരാണ് കേട്ടോ. അപ്പോൾ ബാലൻ ചോദിക്കുകയാണ്, അതെ ഇതൊക്കെ ഞാൻ വാങ്ങിച്ചു തന്നാണോ നിനക്ക്? അല്ല, ആര് പറഞ്ഞു സാറാണ് എനിക്കിത് വാങ്ങിച്ചു തന്നതെന്ന്? അല്ല, അതെ എൻ്റെ ഭാര്യ സംശയിച്ച് നിൽക്കുകയാണ്, വേലക്കാരിനെ വശീകരിക്കാൻ വേണ്ടിയിട്ട് സമ്മാനങ്ങൾ നൽകിയെന്ന്. അപ്പോൾ വൈജയന്തി പറയുകയാണെ, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, നീ ഉദ്ദേശിച്ചത് അത് തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അത് കൊടുത്തിട്ട് അത് നമ്മുടെ അലീന സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അതിലത്തെ ബില്ലൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ എറണാകുളത്ത് നിന്ന് വാങ്ങിച്ചതാണ് സാറേ, ഇതിൻ്റെ ബില്ലുണ്ട്, ഇതിൽ 2 ഇയറിങ്സ് ഉണ്ട്, അതിൻ്റെ ബില്ലും ഉണ്ട് വേറെ എന്ന് പറഞ്ഞിട്ട് ആ ബില്ലൊക്കെ അങ്ങോട്ട് ബാലന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. വൈജയന്തി വന്ന് വാങ്ങിച്ചു നോക്കുന്നുണ്ടോ, 2 ഗ്രാം 13,000 സംതിങ് രൂപയായിട്ടുണ്ടല്ലോ, ഇതൊക്കെ നീ വാങ്ങിച്ചതാണോ? അല്ല, മാമച്ചനങ്ങൾ വാങ്ങിച്ചു തന്നതാണ്, ഗിഫ്റ്റാണെന്ന് പറയട്ടോ. ഓ മാമച്ചനങ്ങളുടെ ഗിഫ്റ്റ് എന്ന് പറയട്ടോ. അപ്പോൾ രേവതിക്കുട്ടി നിൽക്കാൻ പോകുന്ന നിൽക്കുന്ന വീട്ടിലെ ആളാണ് മാമച്ചനങ്ങൾ എന്ന് പറയാൻ കേട്ടോ. നിനക്ക് ഇത്രയും കൊടുത്തിട്ടുണ്ടെങ്കിൽ നിൻ്റെ രേവതിക്കുട്ടിക്ക് കുറേ കൊടുത്തിട്ടുണ്ടാവല്ലോ, ആരാ ഈ രേവതിക്കുട്ടി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, രേവതിക്കുട്ടി എൻ്റെ അനിയത്തിയാണ്. ഓ അനാഥാലയത്തിൽ ജനിച്ച് നിനക്ക് എവിടെ നിന്നാടി അനിയത്തി? അത് രക്തബന്ധം മാത്രമല്ല, അല്ലാതെ സ്നേഹബന്ധത്തിലും അങ്ങനെ അനിയത്തിയും ചേട്ടനും ചേച്ചിയും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും എന്നൊക്കെ അലീന പറയാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു, രേവതിക്കുട്ടിക്കും കുറേ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അവൾക്ക് നെക്ലസ്, ഇയറിങ്സ്, അതുപോലെ ഡ്രസ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മനസാക്ഷിയും സ്നേഹവും ഒക്കെ ഉള്ളവർ അങ്ങനെയൊക്കെ ചെയ്യും എന്നൊക്കെ പറയാം കേട്ടോ. എന്തായാലും നിനക്കും കിട്ടിയില്ലേ ഗിഫ്റ്റ് മാമച്ചനങ്ങളുടെ, മനസ്സിലായി, രേവതിക്കുട്ടിയും കൊള്ളാം നീയും കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പോൾ വൈജയന്തിനോട് ബാലൻ പറയുന്നത്, വൈജയ് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് കേട്ടോ, സംസാരിക്കാതെ. പിന്നല്ലാതെ ഇവള് പോയോടത്തുനിന്ന് ഇത്രയധികം ഗിഫ്റ്റ് കൊണ്ടുവന്നിരിക്കുമ്പോൾ മൊത്തത്തിൽ 10,000-16,000 രൂപയുടെ സാധനങ്ങളുണ്ടാവും. അങ്ങനെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങേർക്കും കിട്ടിയിട്ടുണ്ടാവും കുറേ ഗിഫ്റ്റ് എന്നൊക്കെ പറയാണ് കേട്ടോ. എന്തായാലും പുറമേ കിട്ടുന്ന ഗിഫ്റ്റ് പോലെ അല്ല കേട്ടോ അകമേ കിട്ടുന്ന ഗിഫ്റ്റ്, അത് സൂക്ഷിക്കണം, സൂക്ഷിച്ചാലേ ദുഃഖിക്കേണ്ട എന്ന് പറയൂട്ടോ. നിനക്കത് കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടമാവാണ് കേട്ടോ. അലീന തെറ്റായ രീതിയിൽ നടക്കുന്ന ഒരുത്തിയാണ് എന്നാണ് വൈജയന്തി പറയുന്നതെന്ന് അലീനയ്ക്കും ബാലേന്ദ്രനൊക്കെ മനസ്സിലാവാണേ. അങ്ങനെ പറഞ്ഞിട്ട് വൈജയന്തി ഇങ്ങനെ തിരിഞ്ഞു നടക്കാൻ പോകുമ്പോൾ അലീന ചോദിക്കുകയാണ്, പറഞ്ഞു കഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീനയോട് വൈജയന്തി പറയും, എന്താ? അല്ല പറഞ്ഞു കഴിഞ്ഞെങ്കിൽ എനിക്കും കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനും പറയാനുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. അത്രയും ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ പ്രമോല് കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് ബാലേന്ദ്രനും വൈജയന്തിയും തമ്മിൽ വഴക്കിടുന്നതും അതുപോലെ തന്നെ അലീന മേഡം ആഗ്രയിലൊക്കെ പഠിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി ആകെ ഞെട്ടിപ്പോണ്, ഞാൻ ആഗ്രയിൽ പഠിച്ചതാണെന്നും ആഗ്രയിൽ പോയിട്ടുണ്ടെന്നൊക്കെ നിന്നോട് ആര് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് കേട്ടോ.
അല്ല എനിക്ക് എന്ന് പറയാണ് കേട്ടോ, അത്രയും കാണിക്കുന്നുള്ളൂ. അപ്പോൾ വൈജയന്തിക്കാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമമാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട് ഞാനിതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ എന്നൊക്കെ പറയുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും വൈജയന്തിക്ക് വലിയൊരു അടി കിട്ടുകയാണ് കേട്ടോ. ഇത്രയാണ് പ്രമോല് കാണിച്ചിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.